ഹലോ REVSOUL എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളതാണ് 125cc തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് സ്മൂത്തസ്റ്റ് എഞ്ചിനുമായിട്ട് വരുന്ന ബജാജിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പൾസർ 125 ആണ് കേട്ടോ ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഒരു ബൈക്കിനെ പരിചയപ്പെട്ടാലോ. നമുക്ക് പെയിൻറ്റ് സ്കീമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. പെയിൻറ്റ് സ്കീം കാണാമല്ലോ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റിങ് ആണ് വരുന്നത്. നമ്മുടെ പൾസർ ബൈക്സിലേക്ക് കാണുന്ന ഒരു ഐക്കോണിക് പെയിൻറ്റിങ് തന്നെയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ സ്റ്റിക്കറിങ് കൊണ്ടുവരുന്നുണ്ട്. ഒരു റെഡ് ആൻഡ് ഒരു ഗ്രേ ഒരു സ്റ്റിക്കറിങ് ആണ് വരുന്നത്. നമ്മുടെ ഇതിന് മുന്നേ കണ്ടലേക്ക് പ്ലാറ്റിനം 100ലും ഈ ഒരു പെയിൻറ്റ് സ്കീമായിരുന്നു. ഈ ഒരു സ്റ്റിക്കർ കോമ്പിനേഷൻ ആയിരുന്നു, ഒരു റെഡ് ആൻഡ് ഗ്രേ. അത് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കാട്ടി കുറച്ചുകൂടി ഒരു ഷാർപ്പായിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ഈ ഒരു ബജാജ് പൾസർ 125 വരുന്നത്. പൾസറിൻ്റെ ആ ഒരു എംബ്ലമൊക്കെ നമുക്കതായി ടാങ്കിൻ്റെ സൈഡിലായിട്ട് കരുതുന്നു. ആ 3D ലോഗോ ഓക്കെ ബ്യൂട്ടിഫുൾ തിങ്. നമുക്ക് ഫ്രണ്ടിലോട്ട് നോക്കാം. ഫ്രണ്ടിലൊരു മേജർ അപ്ഡേറ്റ് തന്നെ വരുന്നുണ്ട്. പഴയ ഹെഡ്ലൈറ്റ് സെറ്റപ്പ് അല്ല, ഇപ്പോൾ കുറച്ചുകൂടി ബൾക്കിയർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു പൾസർ 125 വരുന്നത്. ഈ ഒരു പുതിയ എലമെൻറ്റ്സൊക്കെ കാണാൻ കൊള്ളാം കേട്ടോ. ക്രോം ആണെങ്കിൽ ഒരു അത്യാവശ്യം നല്ല ഒരു സ്പെഷ്യൽ ഡിസൈനിൽ വരുന്നത് കാണാൻ കൊള്ളാം. പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റ്സ് കാണാമല്ലോ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് LED ഹെഡ്ലൈറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു ബജാജിൻ്റെ പൾസർ 125 വരുന്നത്. LED ആയതുകൊണ്ട് തന്നെ നൈറ്റ് ടൈം കുറച്ചുകൂടി നല്ല ഒരു ക്ലീൻ വിസിബിലിറ്റി നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റ്സ് കിട്ടുന്നുണ്ട്. പിന്നെ കാണാമല്ലോ LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിക്കാം. അത്യാവശ്യം നല്ല ബ്രൈറ്റും ആണ് കേട്ടോ ഈ ഒരു LED ഇൻഡിക്കേറ്റേഴ്സ്. കാണാനും വളരെയധികം ഭംഗിയുണ്ട്. റിയർ സൈഡ് നമ്മുടെ ആ പൾസറിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ്സ് നമുക്ക് ഇപ്പോഴും ഈ ഒരു ബജാജിൻ്റെ പൾസർ 125 കിട്ടുന്നുണ്ട്. കാണാൻ വളരെയധികം ഭംഗിയുണ്ടല്ലേ ആ ഒരു ടെയിൽ ലൈറ്റ്സ്. പിന്നെ നമുക്ക് ബൈക്കിലോട്ട് കയറും മുന്നേ സീറ്റ്സ് നോക്കാം. ഇതിലിപ്പോൾ ഒരു സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പാണ് ഈ ഒരു പൾസർ 125. ഇത് കൂടാതെ തന്നെ ഒരു സിംഗിൾ സീറ്റ് സെറ്റപ്പും നമുക്ക് ഈ ഒരു ബജാജിൻ്റെ പൾസർ 125 തന്നെ ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാവുന്നതാണ്. സീറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ റൈഡർ സീറ്റ്സ് കൊള്ളാം. അത്യാവശ്യം നല്ല റൂമുണ്ട്. പാഡിങ്ങും അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. പില്ലിയൻ റൂമും കുഴപ്പമില്ല. ഒരു 125cc ബൈക്സ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റൂമൊക്കെ ഉണ്ട്. പാഡിങ്ങും അത്യാവശ്യം റൈഡറിനെക്കാട്ടി കുറച്ചുകൂടി ഹാർഡാണ്. എന്നാലും അത്യാവശ്യം നല്ല റൂമുള്ളതുകൊണ്ട് തന്നെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ കേട്ടോ. പിന്നെ നമുക്ക് ബൈക്കിലോട്ട് കയറാം അല്ലേ. ബൈക്കിലോട്ട് കയറുമ്പോൾ ആദ്യം ഇതിൻ്റെ സീറ്റ് അതിനെ പറ്റി പറയാം. സീറ്റായിട്ട് വരുന്നത് 795 mm കാണാമല്ലോ. എനിക്ക് രണ്ട് സൈഡും ഈസി ആയിട്ട് പ്ലാന്റഡ് ഫുഡ് കിട്ടുന്നുണ്ട്. സോ സീറ്റായിട്ട് ഒരു 5 foot 8 ആയിട്ടുള്ള എനിക്ക് ഒരു ഇഷ്യൂ അല്ല. നിങ്ങൾ 5 foot 6 ആയാലും പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്കും ഈസി ആയിട്ടൊക്കെ ഇതിൽ പ്ലാന്റഡ് ഫുഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഹാൻഡിൽ ബാർ സ്വിച്ചസ് നോക്കുമ്പോൾ നമുക്കിവിടെ ലൈറ്റ് ഫംഗ്ഷൻ, പാസ്, ഡിമ്മ്, ബ്രൈറ്റ് എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരു സിംഗിൾ സ്വിച്ചാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് മീറ്റർ കൺസോളിലെ കാര്യങ്ങളൊക്കെ നോക്കി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വിച്ച്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, താഴെ ഹോൺ, പിന്നെ നമുക്ക് മോഡ് ബട്ടൺ ആണ് M എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ കിൽ സ്വിച്ചും ഉണ്ട്, താഴെ ഇഗ്നീഷനും ഉണ്ട്. അതൊക്കെ തന്നെയാണ് ബേസിക് ആയിട്ടുള്ള പരിപാടികളൊക്കെ തന്നെയാണ്. മീറ്റർ കൺസോൾ നോക്കും മുന്നേ കീസ് നോക്കാം. നമ്മുടെ ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള കീ ആണ് നമുക്ക് ഈ ഒരു പൾസർ 125. സിമ്പിളായിട്ടിവിടെ പൾസർ എന്നെങ്കിലും എൻക്രേവ് ചെയ്യായിരുന്നു. വളരെ ബേസിക് ആക്കി കൊടുത്തു നമ്മുടെ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള പൾസർ 125. മീറ്റർ കൺസോൾ നോക്കുമ്പോൾ നമുക്കൊരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ്. LCD മീറ്റർ കൺസോളാണ് വരുന്നത്. അത്യാവശ്യം വേണ്ട ഡീറ്റെയിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വിസിബിലിറ്റി എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടില്ല. അത്യാവശ്യം നമ്മൾ വെയിലത്തൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കാണാൻ കഴിയാത്ത രീതിയിലാണ് ഇതിൻ്റെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് വരുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഇതിൽ ടാക്കോമീറ്റർ വരുന്നുണ്ട്, ഫ്യൂൽ ഇൻഡിക്കേഷനുണ്ട്. താഴെ നമുക്ക് മോഡ് മാറ്റുമ്പോൾ ട്രിപ്പ് ചെയ്യുന്നതിനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ട്രിപ്പ് A ഉണ്ട്, ട്രിപ്പ് B ഉണ്ട്. പിന്നെ നമുക്ക് ഡിസ്റ്റൻസ് ടു എംറ്റിയും നമുക്ക് ആവറേജ് കിലോമീറ്റർ പെർ ലിറ്ററും പരിപാടികളെല്ലാം അറിയുന്നുണ്ട്. സോ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ തരുന്നുണ്ട്. സ്പീഡോമീറ്റർ ഉണ്ട്. ഇവിടെ തന്നെ ട്രിപ്പ് നമുക്ക് എടുക്കുന്ന ട്രിപ്പ് നമുക്ക് പ്രോപ്പറായിട്ട് ഇവിടെ തരുന്നുണ്ട്. പിന്നെ ഓഡോമീറ്ററൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം പരിപാടികളും ഉണ്ട്. പക്ഷേ അത്രമാത്രം വിസിബിളായിട്ട് എനിക്ക് ഒരു വിസിബിലിറ്റി എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടുത്തെ പിന്നെ ആ കാർബൺ ഫൈബർ പോലത്തുള്ള ടെക്സ്ചറൊക്കെ കൊള്ളാം. ആ പ്ലാസ്റ്റിക്കിൽ തന്നെ കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ആ ഒരു ടെക്സ്ചറൊക്കെ. നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ എഞ്ചിനെ പറ്റി പറയാം അല്ലേ. അപ്പോൾ അടുത്തതായിട്ട് ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഇതിൽ വരുന്നത് ഒരു 124.38cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ എഞ്ചിനാണ് നമുക്ക് ഈ ഒരു പൾസർ 125 കിട്ടുന്നത്. ഓടിക്കുന്ന ടൈം നമ്മൾ അലിഞ്ഞു പോകും. അങ്ങനത്തെ രീതിയിലാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഡെലിവറിയൊക്കെ. ഫിഗേഴ്സ് അല്ലേ, ഒരു 11.8 PS പവറും ഒരു 10.8 Nm ഓഫ് ടോർക്കുമാണ് ഈ ഒരു 124cc എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഫിഗേഴ്സൊക്കെ വളരെയധികം ഗംഭീരമാണ്. നിങ്ങൾക്ക് റഷ് ഓഫ് പവറൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. നല്ല സ്മൂത്തായിട്ട് ഓടിച്ച് നടക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ബൈക്ക്. പിന്നെ നമുക്ക് ബ്രേക്കിംഗ് നോക്കാമല്ലോ. നമുക്കൊരു 240 mm ഡിസ്ക് റൂട്ടേഴ്സാണ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ കിട്ടുന്നത്. ABSും പരിപാടികളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് 2 piston കാലിപ്പേഴ്സ് കിട്ടുന്നുണ്ട്. ബ്രേക്കിംഗ് ബൈറ്റൊക്കെ അത്യാവശ്യം നല്ല കിടിലമായിരുന്നു. ഇതുവരെ ഞാൻ ഹാർഡായിട്ട് പിടിച്ച ടൈമും
ടയർ ലോക്കൊന്നും വന്നില്ല. സോ ടയർ ലോക്ക് ആവില്ലെന്നും പറയാൻ കഴിയത്തില്ല. ചെറിയ ചെറിയ മണൽത്തരികളൊക്കെ കൊണ്ടുപോയി ഹാർഡായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ടയർ ലോക്ക് ആവും. പിന്നെ നമുക്ക് റിയർ സൈഡ് 130mm ഡ്രം ബ്രേക്ക് സെറ്റപ്പാണ്. ബ്രേക്കിംഗ് ABS കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി കണ്ണും പൊട്ടിക്കിടില്ല എന്ന് പറയായിരുന്നു. ABS ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു പോരായ്മ തന്നെയാണ്. പിന്നെ ടയേഴ്സ് നമുക്ക് C8ൻ്റെ ടയേഴ്സാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. C8ൻ്റെ Zoom Plus F എന്ന് പറയുന്ന ടയേഴ്സാണ്. ഫ്രണ്ടിൽ ഒരു 80 സെക്ഷൻ്റെ ടയേഴ്സും റിയർ സൈഡ് ഒരു 100 സെക്ഷൻ്റെ ടയേഴ്സുമാണ്. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊന്ന് ഹാർഡ് ബ്രേക്ക് ചെയ്ത ടൈം അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ളതുകൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് ടയർ ലോക്കാവാതെ രക്ഷപ്പെട്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും 17 ഇഞ്ചിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അലോയ് വീൽസും നമുക്ക് ഈ ഒരു ബജാജ് പൾസർ 125 കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് താഴെയുള്ള ഒരു അണ്ടർബെല്ലി പരിപാടികളൊക്കെ കാണാൻ കൊള്ളാം. അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ഡിസൈനാണ് നമുക്ക് തരുന്നത്. ഒരു 165mm ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. സോ ഇതുവരെ അടിതട്ടുന്ന ഇഷ്യൂസ് ഒന്നും വന്നിട്ടുമില്ല. പിന്നെ സസ്പെൻഷൻ കാണാമല്ലോ, ഫ്രണ്ടിൽ നമുക്ക് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. ഫ്രണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ബ്രേക്ക് ഓടിക്കുന്ന ടൈം ആ ഡൈവൊക്കെ വരുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ ഈ ഒരു ബൈക്ക് ഓടിക്കാൻ. ഓടിച്ച ടൈം ഈ സസ്പെൻഷനും കംഫോർട്ടും എല്ലാം വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. റിയർ സൈഡ് നമുക്ക് സ്പ്രിംഗ് ടൈപ്പ് സസ്പെൻഷനാണ് രണ്ട് സൈഡും വരുന്നത്. അതിലേക്ക് അറിയാലോ, നല്ല കംഫോർട്ടബിളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന എൻഡ്യൂറൻസിൻ്റെ സസ്പെൻഷനാണ് സ്പ്രിംഗ് ടൈപ്പ് ഹൈഡ്രോളിക് സസ്പെൻഷൻസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഷോർട്ട് ഡ്രൈവ് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് കൂടി കേട്ടിട്ട് പോവാം. ഐഡിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള സൗണ്ടൊക്കെ തന്നെയാണ്, കേൾക്കാനൊക്കെ ഒരു രസമുണ്ട്. നമുക്കെന്തായാലും ചെറുതായിട്ട് കൈ കൊടുക്കാം അല്ലേ. നല്ല റിഫൈൻഡ് ആയിട്ട് എൻജിനാണ്, നമുക്ക് ആ എക്സോസിൽ നിന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും അല്ലേ. ഓക്കെ, നമുക്കെന്തായാലും അപ്പോൾ ഒരു പൾസർ 125 എടുത്തിട്ട് ഒരു ഷോർട്ട് റൗണ്ട് പോയി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ റോഡ്സിലൂടെ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ബജാജ് പൾസർ 125 എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടെന്നൊക്കെ നോക്കാം അല്ലേ. ആദ്യമേ നമുക്ക് പെർഫോമൻസ് നോക്കാനുള്ള റോഡില്ലാത്തതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറ്റി പറയാം. ആദ്യമേ എനിക്കിതിൽ കണ്ടപ്പോൾ അത്രമാത്രം ഇഷ്ടപ്പെടാത്തൊരു സംഭവത്തെ പറ്റി പറയാം. അത് ഇതിൻ്റെ മിറേഴ്സാണ്. ഫങ്ഷണാലിറ്റി എല്ലാം ഓക്കെയാണ്. ലൈക്ക് പിറകിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ലുക്ക് വൈസ് ബാക്കിയുള്ള ഏരിയാസിലേക്ക് അത്യാവശ്യം നല്ല അഗ്രസീവായിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ട് മിറേഴ്സ് വന്നപ്പോഴേക്ക് ഒരു പക്ക കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടുന്ന പോലെയുള്ള ഒരു മിറേഴ്സാക്കി. ലൈക്ക് ഒരു സോഫ്റ്റ് എഡ്ജസൊക്കെ പോലെ വരുന്ന രീതിയിൽ കുറച്ചുകൂടി ഒരു ഷാർപ്പ് എഡ്ജസൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു അഗ്രസീവ് സ്റ്റൈലും കിട്ടിയതിന് മൊത്തത്തിൽ ഈ ഒരു മിറേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാൽ പോലും. പിന്നെ പറഞ്ഞായിരുന്നല്ലോ, ഈ ഒരു മീറ്റർ കൺസോൾ നമുക്ക് സ്പീഡോ മീറ്റർ പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ബാക്കി ഡീറ്റെയിൽസൊക്കെ നല്ല വെയിലത്താണ് പോകുന്ന ടൈമാണെങ്കിൽ അത്രമാത്രം ക്ലിയർ ആയിട്ട് നമുക്ക് വിസിബിലിറ്റി തരുന്നില്ല കേട്ടോ. പിന്നെ ഓടിക്കാനും വേണ്ടിയൊക്കെ ലൈക്ക് ഒരു 5000-6000 RPMിലൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് ഞാൻ റൺ ചെയ്യുന്നുണ്ട്. വൈബ്രേഷൻസൊക്കെ വളരെ കുറവാണ് ഈ ഒരു RPMിൽ. എന്നാൽ അത് മാറുന്നുണ്ട്. ലൈക്ക് ഒരു 7000 RPMൊക്കെ എത്തുന്ന ടൈം ഇതിൻ്റെ കംപ്ലീറ്റ് ക്യാരക്ടർ മൊത്തത്തിൽ മാറുന്നുണ്ട്. കുറച്ചുകൂടി പവറുള്ള ഒരു ബൈക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു 8000 RPMൊക്കെ എത്തുന്ന ടൈം വൈബ്രേഷൻസ് കുറച്ചൊന്ന് ഇൻക്രീസ് ആവുന്നുണ്ട്. നമ്മുടെ ഫുഡ് പെക്സിൽ വലുതായിട്ടില്ല, പക്ഷേ ലിവേഴ്സിൽ, അതായത് ബ്രേക്ക് ലിവേഴ്സ് ആയാലും ക്ലച്ച് ലിവറിലായാലും അത്യാവശ്യം വൈബ്രേഷൻസ് അറിയുന്നുണ്ട്. അത് പക്ഷേ 7000 RPMിലാണ് ഈ ഒരു വൈബ്രേഷൻ വരുന്നുള്ളതുകൊണ്ട് അത്രമാത്രം കുഴപ്പമില്ല. ആ ടൈം പിന്നെ കംപ്ലീറ്റ്ലി ആ ഒരു പവറിന് വേണ്ടിയിട്ട് പോകുന്ന ടൈം നമ്മളും ആ ഒരു വൈബ്രേഷൻസ് അത്രമാത്രം ഫോക്കസ് ചെയ്യത്തില്ല. പിന്നെ ഇതേപോലെ ഒരു ഡെഡ് ട്രാഫിക്കിൽ കൊണ്ടുവന്ന് ഇടുന്ന ടൈമാണെങ്കിൽ ലൈക്ക് എൻജിൻ സൈഡ് നമുക്ക് കുറേ നേരം ഇങ്ങനെ നിർത്തിയിട്ടിരുന്നാൽ ഒരു 125cc ഹീറ്റ് ചെയ്യുന്ന പോലെയാണ്. ഭയങ്കര അധികം ഹീറ്റിംഗ് ഒന്നും തോന്നത്തൊന്നുമില്ല. എയർ കൂൾഡൊക്കെ അത്യാവശ്യം പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. സോ റൈഡിങ് ടൈമും നമ്മളെ ഒരിക്കലും ബോദർ ചെയ്യിക്കത്തില്ല. പിന്നെ ബൈക്കിൻ്റെ ഹാൻഡ്ലിങ് കാര്യങ്ങളും പറയാനാണെങ്കിൽ ഹാൻഡ്ലിങ് ഒക്കെ പ്രോപ്പറാണ്. പിന്നെ ആകെ കൂടി വെയിറ്റ് കുറച്ചുകൂടി കുറവായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ എന്നുള്ളൊരു ഫീലുണ്ട്. ലൈക്ക് ബൈക്ക് ഓടിക്കുന്ന ടൈം ഒരു 125cc ഓടിക്കുന്നതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി വെയിറ്റ് കുറവായിരുന്നെങ്കിൽ പവർ ടു വെയിറ്റ് റേഷ്യൊക്കെ കുറച്ചുകൂടി ആ ഒരു പെർഫെക്റ്റ് പൾസർ ക്യാരക്ടർ കുറച്ചുകൂടി കിട്ടിയേനെ. ഇപ്പോഴും ക്യാരക്ടറുണ്ട്, പക്ഷേ ലൈക്ക് പറഞ്ഞതുപോലെ ഒരു 7000 RPMൊക്കെ എത്തുമ്പോഴാണ് ആ ക്യാരക്ടർ മൊത്തത്തിലൊന്ന് ഉണർന്നു വരുന്നത്. അപ്പോഴാണ് അതിൻ്റെ പ്രോപ്പർ പവറിലേക്ക് കിട്ടുന്നത്. പിന്നെ ബ്രേക്കിംഗ് ആകെ കൂടി ഒരു മോശമുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഫ്രണ്ടിൽ ABS ഇല്ല. പിന്നെ മഴയത്തും ചെറിയ മണൽത്തരികളൊക്കെ റോഡിലാണ് പോകുന്നുണ്ടെങ്കിൽ ഹാർഡായിട്ട് ബ്രേക്ക് പിടിക്കുന്ന ടൈം ടയർ ലോക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ടയർ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഇതുവരെ മോശമെന്ന് പറയാനുള്ള ഏരിയാസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കണ്ടല്ലോ, ആ ഒരു
RPM എത്ര ടൈം എക്സോസ്റ്റിൻ്റെ ക്യാരക്ടറൊക്കെ മൊത്തത്തിൽ മാറുന്നുണ്ട്. ആ കുറച്ചുകൂടി ലൗഡായിട്ട് ബൈക്ക് മൊത്തത്തിൽ അങ്ങ് ആളാകെ മാറുന്നുണ്ട്. അത് കൊള്ളാം കേട്ടോ. പിന്നെ എൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി സൈഡ് നോക്കുമ്പോൾ ബജാജ് ക്ലെയിം ചെയ്യുന്നത് ഒരു 50 km/ലിറ്ററൊക്കെ തന്നെയാണ്. നമുക്ക് ഓടിക്കുന്ന ടൈം ഓൾമോസ്റ്റ് അതേപോലെയൊക്കെ കിട്ടുന്നുണ്ട്. ഒരു 45 to 50 ഒക്കെ ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട് ഈ ഒരു ബജാജ് പൾസർ 125-ൽ. പിന്നെ നമുക്കൊരു 15 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ടാങ്ക് റേഞ്ച്, ക്ലോസ് ടു ലൈക്ക് ഒരു 700 ഒക്കെ ടാങ്ക് റേഞ്ചും തരുന്നുണ്ട്. അത്യാവശ്യം 125cc തന്നെ അത്യാവശ്യം നല്ലൊരു ടാങ്ക് റേഞ്ച് തരുന്ന ഒരു ബൈക്ക് കൂടിയാണ് കേട്ടോ ബജാജിൻ്റെ പൾസർ 125. പിന്നെ ഇതിൻ്റെ വിലയും കാര്യങ്ങളും നോക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ബജാജ് പൾസർ 125-ൻ്റെ സ്പ്ലിറ്റ് സീ സെറ്റപ്പാണ്. ഇതിൻ്റെ വില വരുന്നത് 1,18,000 രൂപയാണ്. ഓൺ റോഡ് പ്രൈസിംഗ് ആണ്. അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ്, അത്യാവശ്യം നല്ലൊരു ഡീല് തന്നെയാണ് ഈ ഒരു 125cc. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഈ ഒരു ബജാജ് പൾസർ 125-ൻ്റെ റിവ്യൂ എന്നൊക്കെ പറയാനായിട്ട്. ഞാൻ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറഞ്ഞു തന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.